നമസ്കാരം. നാനാതുറകളിൽപ്പെട്ട ഭൂരിപക്ഷ സമൂഹം എത്തിച്ചേരാൻ കൊതിക്കുന്ന മാസ്മരിക ലോകമാണ് സിനിമ. അവിടം തനിക്കപ്രാപ്യമെന്ന തിരിച്ചറിവിൽ നെടുവീർപ്പിൻ തണലിൽ മയങ്ങിപ്പോയവർ ഏറെയാണ്. ഒരിക്കലും ഹിറ്റുകൾ സമ്മാനിക്കാൻ കഴിയാതെ പോയ നിർഭാഗ്യവാന്മാരുടെ കൂടാരം കൂടിയാണത്. ജീവിതഗതി മാറ്റിമറിച്ച വിലാസ ഗോപുരത്തിൽ സൗഭാഗ്യ സിംഹാസനവും കിരീടവും സ്വന്തമാക്കിയവർ. നോക്ക്, ഇപ്പോൾ തന്നെ ഇത് ഒരു കസേര. ഈ കസേര ഇവിടെ അടുത്തുള്ളൊരു അയ്യപ്പനാസാറി വെറും 25,000 റുപ്യക്ക് വെറും പടിമരം കൊണ്ട് ഉണ്ടാക്കിയിട്ട് കുറച്ച് ചിത്രപ്പണിയൊക്കെ ആയിട്ട് എന്നെ ഏൽപ്പിച്ചതാണ്. ഒരു തമാശക്കൊരു കൂട്ടുകാരോട് നാം മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റിയതും സിനിമയുടെ കാലവിന്യാസം. എന്താ പറഞ്ഞു? താൻ ഇതിനെ വേണ്ട കാശ് പിടിക്കാനുണ്ടോ? അത് കൊടുത്തില്ലെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അതിന് ഞാനത് എപ്പോ കൊടുക്കണോ? ഞാനത് കൊടുക്കുന്നില്ല. നീ എന്നെ സഞ്ചാര വഴിയിലെ ഏത് രംഗത്തിനും കാലം വിധി പറയുമ്പോൾ സിനിമയിലും അതൊരു തനി ആവർത്തനം മാത്രം. ആരോ വെട്ടിത്തെളിച്ച വഴിയിലൂടെ മാത്രമാണ് ഈ ജീവിതയാത്ര. ഞാനും അവിടെയുണ്ട്. കൊടുമുടികൾ കയറാതെ ചെറുമലനിരകൾ താണ്ടി. അതിൻ്റെ കഥയാണ് കൂളിംഗ് ഗ്ലാസ് സിനിമ. നമസ്കാരം. കൂളിംഗ് ഗ്ലാസ് എന്ന എൻ്റെ ജീവിതകഥ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ, സിനിമയിൽ, അങ്ങനെ വിവിധ മേഖലയിൽ വെറുതെ കണ്ടാൽ പോരാ, ലൈക്കും കമൻറ്റും ഷെയറും ഫോളോയും ചെയ്ത് എന്നെ സഹായിക്കണം. ഏവർക്കും സിനിമയുടെ എപ്പിസോഡുകളിലേക്ക് ഇന്നു മുതൽ സ്വാഗതം. നന്ദി.